ലബു 1001 രാവുകളിലെ ധർമ്മിഷ്ഠനായ ഷെയ്ഖിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി ഇന്ന് പറയുന്നത് 4ാമത്തെ ഭാഗമാണ്. അപ്പോ എന്താണ്, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അന്ന് സാദും സാദിയും കൂടി 2 തവണ 200 ദിനാർ വെച്ച് കൊടുത്ത് 400 ദിനാർ കൊടുത്തിട്ടും ഹസൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, വലിയൊരു പണക്കാരനായി മാറാൻ വേണ്ടി പറ്റിയില്ല അല്ലെ. ഇല്ല. അപ്പോ അങ്ങനെ നിരാശയോടെ നിൽക്കുന്ന സമയത്ത് രണ്ടാമൻ സാദി പറയാണ്, ഈ തവണ ഞാൻ കൊടുക്കാം. ഹസൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷിക്കുകയാണ്. കാരണം 2 തവണ ദൈവം അനുഗ്രഹിച്ചില്ല, 3ാമത്തെ തവണയും എന്താ എനിക്ക് 200 ദിനാർ കിട്ടാൻ പോവാണ്. ഈ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് എന്തായാലും വലിയൊരു പൈസക്കാരനാവും എന്നുള്ള നീയത്തിൽ ആയിരിക്കുകയാണ്, ഹസൻ നിൽക്കുകയാണ്. അപ്പോ സാദി പറഞ്ഞു, പിന്നെ രണ്ടാമനായ സാദി ഹസനോട് പറഞ്ഞു, ഹസ ഞാൻ നിനക്ക് 200 ദിനാറൊന്നല്ല തരാൻ പോകുന്നത്, ഇവൻ വലിയ പൈസക്കാരനാണ്, അതുകൊണ്ട് നിനക്ക് 2 തവണ 200 ദിനാർ തന്നു. ഞാൻ അത്ര വല്ല പൈസക്കാരനൊന്നും അല്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ തരാനില്ല, ദിനാർ തരാനില്ല. പകരം എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് ഹസന്റെ കടയിൽ നിന്ന് തന്നെ പുറത്തു നിന്ന് ഒരു മരക്കട്ടം പോലെയുള്ള ഒരു മരക്കഷ്ണം പോലെയുള്ള ഒരു സാധനം കിട്ടി. ഒരു ഈയക്കട്ടി എന്ന് പറയും. അല്ല, നോക്കാം നമുക്ക്. അപ്പൊ ഈയക്കട്ടി പോലത്തെ ഒരു സാധനം കിട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസന്റെ ആ താമസിക്കുന്ന പ്രദേശം ഉണ്ടല്ലോ, ഒരു പിന്നെ എന്താ പറയാ, മീൻ പിടിക്കുന്ന ആളുകളെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം താമസിക്കുന്ന, മുക്കുവറൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്. അവരുടെ വലയിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വലയിൽ വെക്കുന്ന ഒരു ഈയക്കട്ടി, ഒരു കട്ട, മരത്തിന്റെ പോലത്തെ ഒരു കട്ടയാണ്. അത് ഇങ്ങനെ പരത്തിട്ട് സാദി എടുത്തുകൊണ്ട് ഹസന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 200 ദിനാറല്ല തരുന്നത്, പകരം ഇതാ തരുന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഹസൻ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ കഷ്ണം. 2 തവണ 200 ദിനാർ കിട്ടിയിട്ട് ഞാൻ പൈസക്കാരനായിട്ടില്ല, ഇനിയിപ്പോ ഈ മരത്തിന്റെ കഷ്ണം കൊണ്ടാ ഞാൻ പൈസക്കാരനാവണ്ടേ. ഇതെനിക്ക് വേണ്ടാന്നിട്ട് തിരിച്ചു കൊടുക്കാനും പറ്റില്ല, കാരണം ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിക്കും. കാരണം 2 തവണ 200 ദിനാർ വെച്ച് വാങ്ങിയില്ലേ, എന്നൊരു സന്തോഷത്തോടെ വാങ്ങി. അതുകൊണ്ട് പിന്നെ ഹസന് മനസ്സോടെ അത് വാങ്ങി. എന്നിട്ട് ജുബയിലെ പോക്കറ്റിലിട്ടു. എന്നിട്ട് സാദി പറഞ്ഞു, ഹസ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് ഇതേ ദിവസം 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരും. അപ്പൊ നീ നല്ല പണക്കാരനായിട്ട് മാറട്ടെ, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേര് പോയി. ഹസന് മനസ്സിലായി ഇവർ തന്നെ കളിയാക്കിയതാണ്. കാരണം 2 തവണ 400 ദിനാർ വെച്ചിട്ട് പിന്നെ 200 ദിനാർ വെച്ചിട്ട് 2 തവണ തന്നിട്ടും ഞാൻ പണക്കാരനായില്ല. 3ാമത്തെ തവണ തരുന്നത് മരത്തിന്റെ കഷ്ടമാണ്, എന്നെ കളിയാക്കാൻ വേണ്ടി തരുന്നത് പോലെയാണ് ആർക്ക് തോന്നിയത്, ഹസന് തോന്നിയത്. ഏതായാലും എൻ്റെ ഒരു വിധി, ഇനി ഒരിക്കലും എനിക്ക് ജീവിതകാലത്ത് പണക്കാരനാവാൻ പറ്റില്ല, ഞാൻ എന്തൊരു ഭാഗ്യമില്ലാത്ത ആളാണ്. സുബൈദ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗ്യമില്ലാത്ത ആളായി പോയല്ലോ ഞാൻ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹസൻ ഇങ്ങനെ പഴയ പോലെ തന്നെ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് പോയി അദ്ദേഹം എന്ത് ചെയ്ത് ആ ജുബ്ബ അഴിച്ചിട്ട് ഒരു പിന്നെ ആംഗ്ലറിൽ അവിടെ കൊളത്തി വെച്ച്, എന്നിട്ട് പഴയ പോലെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് ഹസന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കാര്യം നടക്കുകയാണ്. ഹസന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത് ഒരു മീൻ പിടിക്കുന്ന ഒരാളാണ്, മുക്കുവനാണ്. അയാൾ രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ വല ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് വലയില് ഒരു ഈയക്കട്ടിയുടെ കുറവ്, ആ വലയിൽ ഇങ്ങനെ മീൻ പിടിക്കുന്ന വല കണ്ടിട്ടില്ലേ, അതിൽ കുറെ ഇങ്ങനെ കട്ടയുണ്ടാവും, അതിലൊരു കുറവ്, പ്രധാനപ്പെട്ട ഒരു സംഭവം കുറവ്. ഇപ്പൊ ആദ്യ രാത്രിക്കാണെങ്കിൽ എല്ലാ കടയും പൂട്ടി, ഇനി ഇവിടെ പോയാലാണ് ഇത് കിട്ടുക, അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മുക്കുവൻ പറഞ്ഞു, എടി ഇങ്ങനെ ഒരു വലയിൽ ഒരു സാധനം കാണുന്നില്ല, അതില്ലാതെ മീൻ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല, മീനെ കിട്ടൂല, അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയിട്ട് തൊട്ടപ്പുറത്തെ ഒരുപാട് മുക്കുവന്മാരുണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് അന്വേഷിക്ക്, എന്നിട്ട് അവരോട് പറ, പകരമായിട്ട് ആ പിന്നെ കട്ടക്ക് തരുന്നവരോട് പറ, ഞാൻ പോയിട്ട് കിട്ടുന്ന ആദ്യത്തെ മത്സ്യം മീൻ അവർക്ക് കൊടുക്കാന്ന് പറ നാളെ എന്ന് പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, കിട്ടുമോ, നീ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ എല്ലാ വീടുകളിലേയും പോയി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാ, ഒരു മരത്തിന്റെ കട്ട. അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി പോയി. ഹസന്റെ വീട് മാത്രമേ മീൻ പിടിക്കാത്ത
മുക്കുവനല്ലാത്ത ഒരു കുടുംബമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മുക്കുവന്മാരാണ്. അങ്ങനെ അവരൊക്കെ വലയും കൊണ്ട് പോയി. അപ്പോൾ അവൾ നിരാശയോടെ തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എവിടെയും ഇല്ല, ഞാൻ മുഴുവൻ പോയി, എവിടെയും ആ സാധനം ഇല്ല, എല്ലാവരും കടലിൽ പോയി, എന്താ ചെയ്യാം? അപ്പോൾ ഇവളോട് ചോദിച്ചു, നീ എല്ലാ വീട്ടിലും പോയോ? അപ്പോൾ ഇവള് പറഞ്ഞു, എല്ലാ വീട്ടിലും പോയി, ഇനി ഒരു വീട് മാത്രമേ ഉള്ളൂ, അച്ഛൻ്റെ വീട്. അച്ഛൻ പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ആളല്ലല്ലോ, ചകരി പിരിക്കാൻ വേണ്ടി പോകുന്ന ആളല്ലേ, കയറിൻ്റെ ആളല്ലേ, അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയില്ല എന്ന് പറഞ്ഞു. എന്നാലും നീ അവിടെ പോയി നോക്ക്, അഥവാ കിട്ടിയാലോ? ആ കുട്ടികളെല്ലാം ഇങ്ങനെ കടൽക്കരക്കൊക്കെ കളിക്കുന്ന കുട്ടികളല്ലേ, അവരെ കയ്യിലെങ്ങാനുണ്ടെങ്കിലോ, പോയി നോക്കുന്നതാണ്. അങ്ങനെ മനസ്സോടെ ഈ പെണ്ണിത് അച്ഛൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തേ ആദ്യം കിട്ടുന്ന മത്സ്യം അവർക്ക് കൊടുക്കാൻ പറയണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഇവള് അച്ഛൻ്റെ വീട്ടിലെത്തി. അച്ഛനും സുബൈദൊക്കെ മക്കളൊക്കെ ഉറക്കം പിടിച്ചു. അപ്പോഴത്തേക്ക് ഡോറിൽ വന്ന് മുട്ടി. ഇതാരാ മുട്ടുന്നേ? സുബൈദ എഴുന്നേറ്റിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്തുള്ള അയൽവാസിയാണ്. ചോദിച്ചാൽ എന്താ? അത് എൻ്റെ ഭർത്താവ് ഇപ്പോൾ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ നോക്കുന്ന സമയത്ത് ആ വലയിൽ ഒരു ഈയക്കട്ടി കുറവ്. ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാൽ ഹസ്ബൻഡ് നിൽക്കാൻ വിടുന്നില്ല, പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇതാര് കേൾക്കുന്നുണ്ട്? അച്ഛൻ കടന്ന കടപ്പിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പെണ്ണിങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുന്നത്. സുബൈദയെ വിളിച്ചു. സുബൈദ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. സുബൈദ പോയി. അവരെന്താ ചോദിക്കുന്നത്? അത് അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരുടെ വലയിലുള്ള ഒരു കഷ്ണം, ഒരു കട്ട കാണുന്നില്ല പോലും. അത് എല്ലാ സ്ഥലത്തും പോയി കിട്ടിയിട്ടില്ല, ഇവിടെ ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം അച്ഛന് ഓർമ്മ, നേരത്തെ സാധി തന്ന സാധനമല്ല അത്. അത് ആ ജുബയിൽ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെന്താ അവിടെ നിന്ന് കിട്ടിയ? അതൊന്നും നീ അറിയണ്ട, നീ നോക്കിയേ. അങ്ങനെ അവൾ പോയിട്ട് ജുബയിൽ നിന്ന് കീശയിൽ നിന്ന് കിട്ടുമ്പോൾ അവസാനം അത് കൊണ്ടൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ, ഇത് ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അറിയില്ല, അദ്ദേഹം തന്നതാണ്. ഏതായാലും ഇത് കിട്ടിയത് വളരെ സന്തോഷമായി. നാളെ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ഇന്ന് രാത്രി പോയിട്ട് കിട്ടുന്ന ആദ്യത്തെ മത്സ്യം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്, അതൊന്നും വേണ്ടപ്പോൾ, അതൊന്നും സാരയില്ല, ഇതെന്തോ ഒരു മരത്തിൻ്റെ കഷ്ണം, നമുക്ക് യാതൊരു ഉപകാരമില്ലാത്തത്. അതല്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, നാളെ കിട്ടുന്ന ആദ്യത്തെ മീൻ നിങ്ങൾക്കുള്ളതാണ്, ഞാൻ കൊണ്ടുവരും കേട്ടാ എന്ന് പറഞ്ഞിട്ട് പെണ്ണ് പോയി. മുക്കുവൻ്റെ അടുത്തേക്ക് പോയി. മുക്കുവനോട് സംഭവം കിട്ടിയെന്ന് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ പഠിച്ചോ നമ്മളെ കൂടെയുണ്ട്, കിട്ടിയില്ലേ, ഏതായാലും നല്ല കാര്യമായി. അവരോട് പറഞ്ഞിട്ടില്ലേ നാളെ ആദ്യത്തെ മത്സ്യം അവർക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഈ മുക്കുവ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് വലയെറിഞ്ഞിട്ട് ആദ്യം തന്നെ വലയിൽ ഒരു മീനാ കുടുങ്ങിയത്. സാധാരണ 100 കണക്കിന് മീൻ കുടുങ്ങുന്ന സ്ഥലത്ത് ഒറ്റൊരു മീനാണ് അന്ന് കിട്ടിയത്. ഒറ്റൊരു മീൻ കിട്ടി. ഇയാൾ വിചാരിച്ചു ഇതെന്താ ഒറ്റ മീനല്ല, കടലിലുള്ള മീനെല്ലാം എവിടെയാ പോയേ? ഒന്നും ഇല്ലേ കടലില്. രണ്ടാമതും വലയെറിഞ്ഞു, ഒന്നും കിട്ടിയില്ല. മൂന്നാമതും വലയെറിഞ്ഞു, ഒരു മീൻ പോലും വലയിൽ കുടുങ്ങുന്നില്ല. ഇതെന്താ കഥ? ഇതുവരെ ഇല്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോഴത്തേക്ക് നേരം പുലരാറായി. ഇയാളെന്ത് ചെയ്തു? കിട്ടിയ ഒരു മീനും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആകെ കിട്ടിയ ഒരു മീൻ. എന്നിട്ട് ഭാര്യയോട് വന്നിട്ട് പറഞ്ഞു, ആദ്യം കിട്ടിയ മീനിന് ഒരു മീൻ കൊടുക്കാതാണ് അച്ഛൻ്റെ വീട്ടിൽ കരാറല്ലേ, നീ ഇത് അച്ഛനക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ആകെ ഒരു മീനേ കിട്ടിയിട്ടുള്ളൂ, ഇതാ കൊടുക്കുക. അല്ല, നമ്മൾ വാക്ക് പറഞ്ഞതല്ലേ, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഒരു മീനാണെങ്കിൽ ഒരു മീൻ, അത് അച്ഛന് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പെണ്ണ് രാവിലെ എന്ത് ചെയ്ത് ഈ മീനും എടുത്തിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അച്ഛൻ അപ്പം വീട്ടിലില്ല, പണിക്ക് പോയി, കടയിലേക്ക് പോയി. പിന്നെയുള്ളത് സുബൈദയും കുട്ടികളുമാണ്. കുട്ടികൾ ഇങ്ങനെ കടൽക്കരക്ക് ഇങ്ങനെ കളിക്കുകയാണ്. കടൽക്കരക്കാണ് ഇവരുടെ വീട്. അങ്ങനെ ഈ പെണ്ണ് മീൻ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളോട് ഇന്നലെ എൻ്റെ ഭർത്താവ് പറഞ്ഞിന് നിങ്ങൾക്കുള്ളതാണ് ആദ്യത്തെ മീൻ, കിട്ടിയാൽ നിങ്ങൾക്ക് ആകെ കിട്ടിയത് ഈ ഒരു മീനാണ്, ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണ്. അയ്യോ, ഒറ്റൊരു മീനേലെ കിട്ടിയിട്ടുള്ള, അത് നിങ്ങൾക്ക് വേണ്ടേ? അതൊന്നും സാരമില്ല, ഭർത്താവ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ തരാൻ വേണ്ടിയിട്ടാണ്, അത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടാവൂല, നിങ്ങളത് വാങ്ങണം എന്ന് നിർബന്ധിച്ചപ്പോൾ ആര് വാങ്ങി? സുബൈദ അത് വാങ്ങി. സന്തോഷം. കാരണം ഒരുപാട് കാലമായി ഒരു മീനൊക്കെ കിട്ടിയിട്ട് അവരങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ മീന് സന്തോഷത്തോടെ വാങ്ങി ആ പെണ്ണ് തിരിച്ചുപോയി. സുബൈദ പണിയൊക്കെ കഴിഞ്ഞ് മീൻ മുറിക്കാൻ വേണ്ടിയിട്ട്, കറി വെക്കാൻ വേണ്ടിയിട്ട്, മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിരുന്നു. കത്തിക്കൊണ്ട് ഇങ്ങനെ മീനിങ്ങനെ മുറിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീനിൻ്റെ വയറ്റിൽ നിന്ന് ഒരു സാധനം കിട്ടി.
ഒരു ഉരുണ്ട ഒരു സാധനം. സുബൈദ വിചാരിച്ചു ഇതെന്താ സാധനം, ഒരു നല്ല ഉരുണ്ട ഒരു വലിയൊരു ഗോളാകൃതിയിലുള്ള ഒരു സാധനം കിട്ടി, ബോൾ പോലത്തെ ഒരു സാധനം കിട്ടി. അപ്പൊ അവിടെ സുബൈദ തിരിച്ചും മറിച്ചു നോക്കി, ഇതെന്താ, ഇത് മീൻ എന്തെങ്കിലും വിഴുങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടാളും കളിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് രണ്ടാൾക്ക് എറിഞ്ഞു കൊടുത്ത്, ഇതാണ് നല്ലൊരു ബോൾ പോലത്തെ സാധനം, നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഇത് എറിഞ്ഞു കൊടുത്ത്. കുട്ടികൾ സന്തോഷത്തോടെ, കാരണം അവർക്ക് കളിപ്പാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, സന്തോഷത്തോടെ അത് വാങ്ങിയിട്ട് ആ കടൽക്കരയ്ക്കുന്ന അങ്ങനെ പന്ത് പോലെ തട്ടിക്കളിക്കാൻ തുടങ്ങി. അങ്ങനെ സുബൈദ മീനൊക്കെ മുറിച്ച് കറിയൊക്കെ വെച്ച് നല്ല പിന്നെ രാത്രിയാകുമ്പോൾ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോൾ നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. അല്ല സുബൈദ, ഇവിടുന്ന് മീൻകറിയൊക്കെ കിട്ടിയ അത് ഇന്നലെ പറഞ്ഞിട്ടില്ലേ, എന്ത് ഒരു നമ്മുടെ മുക്കുവന് മീൻ പിടിക്കാൻ പോയാൽ ആദ്യത്തെ മീൻ നമുക്ക് തരുന്ന, അവർക്ക് ആകെ ഒരു മീനേ കിട്ടിയിട്ടുള്ളൂ, അത് നീ വാങ്ങിക്കുകയും ചെയ്തേ, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ അത് വാങ്ങണോ, അവർ നിയത്ത് ചെയ്തതാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വാങ്ങേണ്ട വന്നു. സാരയിൽ ഏതായാലും നമുക്ക് മീൻ കിട്ടിയല്ലോ, സന്തോഷമായി. അങ്ങനെ ആ മീനൊക്കെ കൂട്ടി അവർ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി വിളക്കെല്ലാം അണച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. അവർ നിലത്ത് പായ വിരിച്ചിട്ടാണ് കിടക്കുക, ഈ ഹസനും സുബൈദയും 2 മക്കളൊക്കെ ഒരു റൂമിൽ. വിളക്കെല്ലാം അണച്ചു. അന്ന് ഇതേപോലെ വൈദ്യുതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിളക്കെല്ലാം അണച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരായപ്പോ സുബൈദാന്റെ ഉറക്കം ഞെട്ടിയപ്പോ റൂമില് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം, ഭയങ്കര പ്രകാശം റൂമില്. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് സുബൈദ ആകെ പേടിച്ച്, ഇതുവരെ കാണാത്തൊരു വെളിച്ചാണ് കാണുന്നത്. ഇവർക്ക് ഇങ്ങനെ വായുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ല. അസൻ ഇങ്ങനെ ഉറക്കത്തിൽ പിടിച്ചു നുള്ളുകയാണ്. അസൻ ഇങ്ങനെ നല്ല ഉറക്കാണ്. ഇതെന്താ അസന് ഈ സുബൈദ ഇങ്ങനെ പിടിച്ചു നുള്ളുകയാണ്. അസൻ ഇത് അറിയുന്ന കൂടില്ല, അസൻ ഗാഠമായ ഉറക്കത്തിലാണ്. റൂമിലാണെങ്കിൽ ഭയങ്കര വെളിച്ചം. അസനിങ്ങനെ നുള്ളുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അസനും കണ്ടു റൂമിൽ ഭയങ്കരമായിട്ടുള്ള വെളിച്ചം. എന്താണ് ആ വെളിച്ചം നിങ്ങൾക്കറിയണ്ടേ? ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് പറയാം. 1001 രാവുകളിലെ ധർമ്മിഷ്ഠനായ ഷെയ്ഖിന്റെ 4ാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർ ഭാഗങ്ങൾ ഇനി ഒരുപാടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എല്ലാവരും നമ്മളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ.